ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ 135 രൂപ വില വരുന്ന ക്ലോത്തിൽ നമുക്ക് 1500 രൂപയുടെ കുർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വില വരുന്നത് 135 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഇതൊരു പുതിയ മോഡൽ ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. ഇതിപ്പോൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇത് മൂൺ ഗോഡസിൻ്റെ കുർത്തി ചെയ്തപ്പോൾ അതിൽ വന്നൊരു റിക്വസ്റ്റ് ആയിരുന്നു, ഇതുപോലെ ഒരു കുർത്തി ചെയ്യുമെന്ന്. സാധാരണ നമ്മൾ ചുരിദാറിന് മടക്കിയിടുന്ന പോലെ തന്നെ നമ്മൾ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ് വരുന്നത്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഞാനിവിടെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 41.5 ഇഞ്ച്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 43 ഇഞ്ചിലാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഇനിയുള്ള മെഷർമെൻറ്റിൽ നമുക്കിവിടെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷോൾഡർ സാധാരണ 6.25 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് കാണുന്നത്. ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3.37 എന്ന രീതിയിലാണ് വരുന്നത്. ഞാനത് 3.5 ഇഞ്ചായിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് ഒരു 4 ഇഞ്ചായിട്ടാണ് ഞാനിവിടെ കണക്ക് കൂട്ടി എടുക്കുന്നത്. അപ്പം ഞാൻ 4 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. നമ്മളിവിടെ 17 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അത് എല്ലാ സൈസിലുള്ളവർക്കും 17 ഇഞ്ച് തന്നെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് എത്രയാണ് അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമുക്ക് ഈ 17 ഇഞ്ച് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വേസ്റ്റ് ലെങ്ത്ത് 14.5 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് കൂട്ടുമ്പോൾ എനിക്ക് 17.5 വരുന്നത്. പക്ഷെ ഞാനൊരു 17 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ 17 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ മുകളിൽ വരച്ച ആ 4 ഇഞ്ച് ഞാനിവിടെ താഴെ 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ മുകളിൽ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക ആ 4 ഇഞ്ചിലേക്ക്. അപ്പോൾ നമ്മുടെ മുകൾ ഭാഗത്തെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ താഴത്തെ ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് നോക്കണം, ഈ മടക്കിയിട്ട ഭാഗത്തിൻ്റെ വിഡ്ത്ത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ടേപ്പ് ഞാൻ ഇതുപോലെ വളച്ച് പിടിച്ചതിന് ശേഷം ഞാനവിടെ ആ മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിവിടെ ഒരു 8.5 ഇഞ്ചാണ് വരുന്നത്. അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി ആ മുകളിൽ നമ്മൾ വരച്ച ആ പോയിൻറ്റും താഴത്തെ ആ 8.5 ഇഞ്ചും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വരച്ച പോയിൻ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 6 പാനലായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തത്. ഇനിയും ഇതിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇനി ഞാൻ മുകൾ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഫോൾഡ് ചെയ്ത ഭാഗങ്ങൾ മുഴുവൻ ഞാനിവിടെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 പീസിലും ഫോൾഡ് ചെയ്ത ഭാഗം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പീസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് താഴത്തെ വിഡ്ത്ത് കുറഞ്ഞ ഭാഗം ഇപ്പം മുകളിലേക്ക് വന്നിട്ടുണ്ട്. താഴത്തെ ഭാഗത്താണ് ഇപ്പോൾ വിഡ്ത്ത് കൂടുതലുള്ളത്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ താഴത്തെ ഭാഗത്ത് നല്ല വിരിവ് കിട്ടും. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അരികുവശം എന്താ പറയുക തേരുവശം വരുന്ന ഭാഗമാണ് നമുക്ക് മറ്റേ പീസായിട്ട് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അത് നമ്മളിതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഈ തിരിച്ചിട്ട പീസിൽ നമുക്ക് 4 പീസാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ 4 പീസ് ഉണ്ട്. ഇപ്പുറത്തെ പീസിൽ 2 പീസാണ് ഉണ്ടാവുക. അപ്പോൾ 4 പീസിൽ നിന്നും ഞാൻ 2 പീസ് മാറ്റിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ പീസിൽ നിന്നും ഞാൻ ഒരു പീസ് മാറ്റിയെടുത്തു. ഇത് നമുക്ക് ഫ്രണ്ട് പാർട്ടാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ഒന്ന് നിവർത്തി വെച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നിവർത്തി വെക്കുമ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഇപ്പുറത്തെ സൈഡിലും വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി അളവുകൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. സെൻറ്റർ പീസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ സെൻറ്റർ പീസിൻ്റെ മുകളിലേക്ക് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഒരു പീസ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലെ പീസും ഇതുപോലെ തന്നെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ ഇതുപോലെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ട് പീസ് വരുന്നത്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും നമ്മൾ യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റി പീസ് ആയാലും നല്ല വിഡ്ത്തി തന്നെയാണ് ഇപ്പോൾ നൈറ്റി പീസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്ത് കുറച്ച് നീണ്ടു നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ ഞാൻ രണ്ട് പീസും ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് ഇനി മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇത് ഏകദേശം ഒരു ഫ്രോക്ക് മോഡൽ വരുന്ന ഒരു കുർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട് മെഷർമെൻറ്റിൽ. അപ്പോൾ ഇനി നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾ കറക്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 6.25 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് ആം ഹോൾ മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് ഞാനിവിടെ ആം ഹോൾ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് വിഡ്ത്ത് എനിക്കിവിടെ വരുന്നത് 40 ഇഞ്ചാണ്. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 10 ഇഞ്ച് വരുന്നു. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയെടുത്തു. ഇനി ഞാൻ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഇവിടെ 14.5 ഇഞ്ചാണ് വരുന്നത്. ആ 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് എനിക്ക് വരുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാനിവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 10.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ച് ഹിപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഹിപ്പിൻ്റെ ലെങ്ത്ത് 21 ഇഞ്ചാണ്. അത് ഞാനവിടെ മാർക്ക് ചെയ്തു. ഇനി ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഹിപ്പിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യുക. ഹിപ്പ് റൗണ്ട് വരുന്നത് 10.5 ഇഞ്ച്. അതിൻ്റെ കൂടെ ഞാനിവിടെ 2 ഇഞ്ചാണ് ലൂസ് ഇട്ട് കൊടുത്തത്. അങ്ങനെ 12.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റ്സും നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി താഴത്തെ ഭാഗത്തേക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി താഴെ നിന്ന് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. താഴത്തെ ഭാഗം താഴേക്ക് തൂങ്ങി വരാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ചാണ് ആ കോർണറിൽ നിന്ന് ആം ഹോൾ ഞാൻ മാർക്ക് ചെയ്തത്. അതിനുശേഷം ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്തെടുത്തു. നമുക്കിവിടെ നെക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് ഞാൻ ഇവിടെ നെക്ക് വിഡ്ത്ത് എടുത്തത്. അതിനുശേഷം ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തത് 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു വി നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആം ഹോൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഡീപ്പ് വി അല്ല, വിയും യു ആയിട്ടുള്ളൊരു മോഡലിൽ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യാം. നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളിതുപോലെ വരച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാണ്. ഞാനിവിടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 4.5 ഇഞ്ചാണ്. ഞാനിവിടെ ബാക്ക് നെക്ക് ഒരു യു ഷേപ്പാണ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ ഷോൾഡർ സ്ലോപ്പ് തൊട്ട് താഴെ വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് നെക്ക് ഞാനിവിടെ കട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ ബാക്ക് നെക്ക് ആ കുർത്തിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാനവിടെ ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യുക. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത ആം ഹോളിൻ്റെ ഭാഗവും നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാറ്റിയിടാം. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് ആ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസായിട്ടാണ് നമുക്കിവിടെ ഫ്രണ്ട് പാർട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ വള്ളി വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. ലെങ്ത്ത് വരുന്നത് 29.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതുപോലെ 2 പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പീസ് മാറ്റിയിടാം. അതിനുശേഷം നമ്മൾ ഈ പീസ് ഇതുപോലെ 2 ആക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ പീസ് മടക്കി കഴിയുമ്പോൾ നമുക്ക് 2 ഇഞ്ചാണ് നമുക്ക് വിട്ടായിട്ട് കിട്ടുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ ഞാനിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ആ 1 ഇഞ്ചിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചെരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു സൈഡിൽ 1 ഇഞ്ചും ഇപ്പുറത്തെ സൈഡിൽ 2 ഇഞ്ചും ഉള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ കുർത്തിയിൽ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സൈഡിൽ ഒരു പോക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 7 ഇഞ്ചും ലെങ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ്. എന്നിട്ട് നമ്മളിത് 2 ആക്കി മടക്കിയതിന് ശേഷം ആ താഴത്തെ ഭാഗത്തു നിന്ന് ഒരു കോൺ ഷേപ്പിൽ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ 2 പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നമ്മളിനി പ്ലാക്കറ്റ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ 3 ഇഞ്ച് വീതിയുള്ളൊരു പീസാണ് ഈ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അത് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും.
ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ 2 ഇഞ്ച് വീതിയുള്ള പീസാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും നമ്മൾ 1/2 ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 പീസും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് വീതിയുള്ള പീസിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കി ചെറുതാക്കി ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ ആ 1/4 ഇഞ്ച് ഇതുപോലെ തയ്യൽ തുമ്പിലേക്ക് ഇതുപോലെ മടക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. ആദ്യം ഒരു 1/4 ഇഞ്ചിൽ മടക്കുക. അതിനുശേഷം നമ്മൾ ആ തയ്യൽ തുമ്പിലേക്ക് വീണ്ടും തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാനിവിടെ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 2 ഇഞ്ച് വീതിയുള്ള പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നിവർത്തിയിട്ട് ഈ പീസ് 2 ആക്കി ഒന്ന് ഉള്ളിലേക്ക് മടക്കിയെടുക്കുക. വീണ്ടും ഈ കുർത്തിയുടെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയിട്ട് നമ്മൾ അരികിലൂടെ ഒരു സ്റ്റിച്ചും കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത പീസ് മറ്റേ പീസിൻ്റെ മുകളിലേക്ക് ആ 1 ഇഞ്ച് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ചേർത്ത് വെക്കുക. ഇപ്പോൾ ഫുള്ളായിട്ട് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. ഞാനവിടെ നിന്ന് ആ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് ടേപ്പ് പിടിച്ച് 27 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യാണ്. അവിടെ വരെ ഞാൻ ക്ലോസ് ചെയ്തിടാണ്. ബാക്കി താഴത്ത് ഒരു ഫ്രണ്ടിലൊരു സ്ലിറ്റ് വരുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതിൻ്റെ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആ 27 ഇഞ്ച് വരുന്ന ഭാഗത്തു നിന്ന് ഇപ്പുറത്തേക്ക് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തത്. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് ഞാനിവിടെ 2 ആക്കി മടക്കി വെച്ചിട്ട് ആ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളൊരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളാതെ. അതിനുശേഷം ഇത് ഉൾ സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ബാക്ക് നെക്ക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ആ ബാക്ക് പാർട്ടിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച ഭാഗം നമ്മൾ ആ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡർ ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പാർട്ടിൻ്റെ ബാക്ക് നെക്ക് കൂടി ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തത് കാണിച്ചിട്ടില്ല. സ്ലീവ് ഒരു വെറൈറ്റി സ്ലീവായിരുന്നു. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ഞാൻ ആ സ്ലീവാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സ്ലീവ് ഇതുപോലെയാണ്. ഒരു പഫ് വന്നിട്ട് ഒരു ബോക്സ് ഫ്ലീറ്റാണ്. ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കുർത്തിയുടെ നല്ല വശത്തേക്ക് സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം സെൻറ്ററിലൂടെ നമ്മൾ 2 സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ 2 സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 സ്ലീവ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതിൽ പോക്കറ്റ് വെച്ച് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോക്കറ്റ് വെച്ച് കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നിവർത്തിയിടുക. അപ്പോൾ നേരത്തെ തന്നെ പോക്കറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ, സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ. അപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നിവർത്തിയിട്ടു. ഇനി ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതുപോലെ ടേപ്പ് പിടിച്ചിട്ട് ഞാനിവിടെ ഒരു 16 ഇഞ്ചിലാണ് ഞാനിവിടെ പോക്കറ്റ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് എത്രയാണ് നമ്മൾ നോക്കുക. തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ച് അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പോക്കറ്റിന് വേണ്ടി നേരത്തെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതാക്കി ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസിൽ നമ്മൾ ആ മുകൾ ഭാഗം ചെറുതാക്കി മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി സൈഡ് വശങ്ങളെല്ലാം ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മൾ പിൻ കുത്തി എടുത്തിരിക്കുകയാണ്. നമ്മൾ പോക്കറ്റ് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് പോക്കറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ തയ്യൽ തുമ്പിലേക്ക് കടക്കാത്ത രീതിയിൽ പോക്കറ്റ് വെച്ച് കൊടുക്കണം. എന്നിട്ട് സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്കിനി വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് 2 ആക്കി മടക്കിയെടുക്കുക. അപ്പോൾ ഒരു വശത്ത് നമ്മൾ 2 ഇഞ്ചും മറ്റേ വശത്ത് 1 ഇഞ്ചും എന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് വരുന്ന ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത്. അപ്പോൾ മുകളിൽ നിന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് അരികിലൂടെ ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ആ മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ആ കോൺ പോലെ നിൽക്കുന്ന ഭാഗത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള പെൻസിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ പീസ് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ, അതായത് പെൻസിൽ ഇത് നല്ല വശത്തേക്ക് നമുക്ക് മറിച്ചിടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പെൻസിൽ ഇതുപോലെ കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് നല്ല വശത്തേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് പെൻസിൽ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ വള്ളിയുടെ എഡ്ജ് ഭാഗങ്ങൾ നമ്മൾ പുറത്തേക്ക് എടുത്തതിന് ശേഷം എഡ്ജ് ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പിൻ ഉപയോഗിച്ചിട്ടൊക്കെ അത് പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് വള്ളി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സൈഡ് വശം, കുർത്തിയുടെ സൈഡ് വശം ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ വള്ളി നമുക്ക് അവിടെ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് ഇതുപോലെ ടേപ്പ് പിടിച്ച്, ഞാനിവിടെ ഒരു 14 ഇഞ്ചാണ് മാർക്ക് ചെയ്തത് വള്ളി വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ വള്ളി എടുത്തിട്ട് നമ്മൾ ആ ഓപ്പണായിട്ട് വരുന്ന ഒരു ഭാഗമുണ്ട്, നമ്മൾ 1 ഇഞ്ച് വരുന്ന ഭാഗം, ആ ഓപ്പണായിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വള്ളി ഇതിൻ്റെ ഉൾ സൈഡിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കാം. ആ 1 ഇഞ്ച് വരുന്ന ഭാഗമാണ് നമ്മളിവിടെ വെച്ച് കൊടുത്തത്. വീതി കൂടിയതല്ല, 1 ഇഞ്ച് വരുന്ന ഭാഗം രണ്ട് സൈഡിലും കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ആ വള്ളിയുടെ അവിടെ പിന്ന് കുത്തിയിട്ട് നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. അതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. സൈഡ് വശം നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ താഴത്ത് നമ്മളൊന്ന് മടക്കി രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൂടി എടുക്കുക. അപ്പോൾ നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. ഇതുപോലെയാണ് ഒരു വി നെക്ക് വന്നിട്ട്, ഞാൻ താഴേക്ക് ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള ബട്ടൺസാണ് വെച്ചത്. വൈറ്റ് കളറിലുള്ള ബട്ടൺസ് വെച്ചപ്പോൾ അത്രയും ഒരു ഇടുപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഓപ്പണാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പാനലാണ് ചെയ്തത്, 6 പാനലാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇതാണ് കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മളിതിൽ പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവാണ് കുറച്ചും കൂടി ഹൈലൈറ്റ്. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് ഇതുപോലെ പഫ് വന്നിട്ട് താഴേക്ക് ഒരു ബോക്സ് പ്ലീറ്റ്സ് വരുന്ന രീതിയിലാണ് വന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ ഇതുപോലെ വള്ളി വരുന്നുണ്ട്. നമ്മൾ 6 പാനൽ ചെയ്തുകൊണ്ട് ആ ബാക്ക് സൈഡ് കാണാനും ഒരു ഭംഗിയുണ്ട്. സാധാരണ ഒഴുക്കനായിട്ട് കിടക്കാണ്ട് അവിടെ ഒരു കട്ടിങ് വരുന്നതുകൊണ്ട് അവിടെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.